ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ളൊരു നോ മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. ഞാനിവിടെ എൻ്റെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയിട്ടുണ്ട്. ഞാൻ അത് കഴിഞ്ഞ് ഫസ്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഒരു സെറമാണ്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഏത് സെറം വേണം നിങ്ങൾക്ക് ഉപയോഗിക്കാം. സോ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് പവർ 10 ഫോർമുല VE എഫക്റ്റർ എന്ന് പറയുന്നൊരു സെറമാണ്. നെക്സ്റ്റ് ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. ഞാൻ ഇന്ന് ഇവിടെ ഉപയോഗിക്കുന്നത് സെറ്റഫിലിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. സോ ആഫ്റ്റർ മോയ്സ്ചറൈസർ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് സൺസ്ക്രീൻ ആണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഡോട്ട് ആൻഡ് കീ സ്കിൻ കെയർ വൈറ്റമിൻ C+E സൂപ്പർ ബ്രൈറ്റ് സൺസ്ക്രീൻ. ഇപ്പം തന്നെ എൻ്റെ സ്കിന്നിൽ ഒരു ഗ്ലോ കാണാൻ പറ്റുന്നില്ലേ? സോ ഓൾവേസ് റിമെമ്പർ, മേക്കപ്പിന് മുമ്പ് സ്കിൻ കെയർ ഒരു മസ്റ്റാണ്. അത് നിങ്ങളുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യിപ്പിക്കും. അത് മാത്രമല്ല നിങ്ങളുടെ സ്കിന്നിനൊരു ഗ്ലോ തരാനായിട്ട് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ സ്കിൻ കെയർ ഒരു മസ്റ്റാണ്. നെക്സ്റ്റ് ഞാനൊരു കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഫേസസ് കാനഡയുടെ ഹൈ കവർ കൺസീലർ ഷെയ്ഡ് 01 സാൻഡ്വേജ്. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് മെബലൈൻ ന്യൂയോർക്കിൻ്റെ ബ്രോ ഡിഫൈൻ ആൻഡ് ബ്ലെൻഡ് എന്ന് പറയുന്ന ഒരു ഐബ്രോ പെൻസിലാണ്. അടുത്തായിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്ന ബ്ലഷാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ ഫേസഡ് ബ്ലഷാണ് ഷെയ്ഡ് നാച്ചുറൽ റോസ്. സോ ആഫ്റ്റർ ബ്ലഷ് ഞാൻ ഫേസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസസ് കാനഡയുടെ സ്ട്രോപ്പ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. ഇത് റോസ് ഗോൾഡ് എന്ന ഷെയ്ഡിലെ സ്ട്രോപ്പ് ക്രീമാണ്. നമുക്ക് കുറച്ചൊന്ന് അപ്ലൈ ചെയ്യാം. അടുത്തതായിട്ട് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് മസ്കാരയാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മെബലൈൻ ന്യൂയോർക്കിൻ്റെ ലാഷ് സെൻസേഷണൽ സ്കൈ ഹൈ മസ്കാരയാണ്. ഇതെൻ്റെ ഫേവറേറ്റ് മസ്കാരയാണ്. ഇതൊരു മസ്റ്റ് ട്രൈ പ്രൊഡക്റ്റാണ്. ബിക്കോസ് ഞാൻ പല റെനയുടെയും മെബലൈൻ്റെ തന്നെ പല മസ്കാരകളും ട്രൈ ചെയ്ത് നോക്കി. ഈ ഒരു മസ്കാര എനിക്ക് തരുന്ന ആ ഐലാഷിൻ്റെ ലിഫ്റ്റ് എനിക്ക് വേറൊരു മസ്കാര യൂസ് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല. സോ ഇതൊരു മസ്റ്റ് ട്രൈ പ്രൊഡക്റ്റാണ്. എല്ലാവരും ധൈര്യമായിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കുക. സോ ഞാൻ ഇന്ന് ഈ സ്കൈ ഹൈ മസ്കാരയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമുക്കിനി ലിപ് ലൈൻ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് മാർസിൻ്റെ ബ്രൗൺ ലിപ് ലൈനറാണ്. ഇത് നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോസിലും കാണാം. ഞാൻ ഈ ഒരു ലിപ് ലൈനർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ബിക്കോസ് ഇതാണ് എൻ്റെ ഫേവറേറ്റ്. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് നോ മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ട് ഞാനൊരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ലിപ് ലൈൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ലിപ്സ്റ്റിക്കിന് കുറച്ചുകൂടെ ഒരു എഫക്റ്റ് തോന്നിക്കാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ബ്രൈറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലിപ്പിൻ്റെ ഇന്നർ കോർണർ മാത്രം ഞാനൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് നമുക്കൊരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മെബലൈൻ ന്യൂയോർക്കിൻ്റെ ക്രീമി മാറ്റ് ഷെയ്ഡ് 657 ന്യൂഡ് ന്യൂവൻസ് എന്ന് പറയുന്ന ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത്. ലാസ്റ്റായിട്ട് എൻ്റെ ഈ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സെറ്റിംഗ് സ്പ്രേ ഉപയോഗിക്കുന്നുണ്ട്. ഞാനിവിടെ ഇന്ന് ഉപയോഗിക്കുന്നത് മെബലൈൻ ന്യൂയോർക്ക് ഫിറ്റ് മീയുടെ മാറ്റ് പോർലെസ് 24 hours ഓയിൽ കൺട്രോൾ സെറ്റിംഗ് സ്പ്രേ ആണ്.
അപ്പോൾ നമ്മുടെ നോ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫിനിഷ് ലുക്ക്. ഞാൻ ജസ്റ്റ് ഒരു ഹൈ പോണിറ്റെയിൽ കെട്ടി പിന്നെ ഒരു ബ്ലാക്ക് ഹൂപ്പ് ഇയറിങ്സ് കൂടെ പെയർ ചെയ്തു. അങ്ങനെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഫേസ് നോക്കുമ്പോൾ അറിയാം എൻ്റെ ബ്ലാക്ക് സ്പോട്ട്സോ അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട്സോ ഒന്നും ഞാൻ കവർ ചെയ്തിട്ടില്ല. ജസ്റ്റ് മൈൽഡായിട്ടൊരു മേക്കപ്പാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ വേറൊരാൾക്ക് നമ്മുടെ ഫേസിൽ നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് മേക്കപ്പ് ഇട്ടെന്ന് തോന്നുകയില്ല. പക്ഷെ നമ്മുടെ ഫേസ് ഭയങ്കര ഫ്രഷ് ആയിട്ടും എന്നാൽ നല്ല പ്രസൻറ്റബിൾ ആയിട്ടും ഇരിക്കും. അതാണ് നമ്മുടെ ഇന്നത്തെ ഈ നോ മേക്കപ്പ് ലുക്കിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.